ക്രിസ്തുയേശുവിന്റെ നാമത്തില് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം പറയുകയാണ്. നമ്മുടെ പഠന പരമ്പരയില് 110 ദിവസങ്ങൾ, 110 സെഷനുകൾ കടന്നുപോയി. ഇന്ന് നമ്മുടെ ജീവിതത്തെ സവിശേഷമായ നിലയിൽ സ്വാധീനിക്കുന്ന, സവിശേഷമായ നിലയിൽ നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിഷയമാണ് ഇന്നും ഉള്ളത്. കഴിഞ്ഞ 109 സെഷനിലും അങ്ങനെ തന്നെയായിരുന്നു. നമ്മുടെ ജീവിതത്തോട്, ദൈനംദിന ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന, നമ്മൾ ക്ലാരിറ്റി വരുത്തേണ്ടതായിരിക്കുന്ന, നമ്മുടെ ശരിയായിരിക്കുന്ന നിലയിൽ മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന ജീവിത വിഷയങ്ങൾ, ആത്മീയ വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്തു. ഇന്നത്തെ വിഷയം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ രക്ഷിക്കപ്പെട്ടവരും പാപവും, അതിനോട് ചേർന്ന ചില ചിന്തകൾ കഴിഞ്ഞ ചില ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചതാണ്. എന്നാൽ ഇന്നത്തേന് ഒരു വ്യത്യാസം, അതിനോട് പൊരുത്തപ്പെടുകയാണോ പോരാട്ടമാണോ എന്ന നിലയിലൊരു ചോദ്യമാണ് ഇന്നത്തെ വിഷയം. രക്ഷ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന അതിന്റെ ഡെഫിനിഷൻ എന്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പാപം മനുഷ്യ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന, പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകുന്ന, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രശ്നമായിരിക്കുന്ന പാപം എന്നുള്ളതായിരിക്കുന്ന ആ ഒരു പാപത്തിന്റെ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ രക്ഷയെ നോക്കിക്കാണുന്നതാണ് ഏറ്റവും ഉചിതം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി, രക്ഷ എന്നുള്ളത് എന്തൊക്കെയോ കിട്ടുന്ന ഒരു സംവിധാനമാണ് എന്ന നിലയിൽ അതിനെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ആ ഒരു നിർവചനത്തെ ശരിയായിട്ട് മനസ്സിലാക്കാനായിട്ട് ഇന്നത്തെ നമ്മുടെ ഈ വിഷയ അവതരണവും അതിനുശേഷമുള്ളതായിരിക്കുന്ന ചർച്ചയും നമുക്ക് ഉപകാരമായിട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും അതിനോടൊപ്പം കിട്ടും എന്ന് തീർച്ചയായിട്ടും നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇന്ന് ദൈവത്തിൽ നിന്ന് ഈ വിഷയം അവതരിപ്പിക്കുന്നത് ബ്രദർ പ്രമോദ് ചെറിയാൻ. പ്രിയ സഹോദരന് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുകയാണ്. അദ്ദേഹം എന്നെ കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. അപ്പൊ എന്നെ പരമേൽപ്പിച്ചിരിക്കുന്ന വിഷയം, നമ്മുടെ വിഷയം രക്ഷിക്കപ്പെട്ടവരും പാപവും, പൊരുത്തപ്പെടലോ പോരാട്ടമോ എന്നുള്ളതാണ്. അപ്പൊ ഈ ശീർഷകത്തിൽ തന്നെ പല കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഒന്നാമത്, രക്ഷിക്കപ്പെട്ടവർക്ക് പാപവുമായിട്ടുള്ള ബന്ധമാണ് നമ്മുടെ വിഷയം. അതുകൊണ്ട് തന്നെ രക്ഷിക്കപ്പെടാത്തവർക്ക് ഉള്ള കാര്യങ്ങളും അവരുടെ അവസ്ഥയൊന്നും അധികമൊന്നും ഞാൻ ഇന്ന് പറയുന്നില്ല. ഇന്ന് മാത്രമല്ല, ഈ എന്നെ കേൾക്കുന്ന ആളുകളൊക്കെ എനിക്ക് പലരെ അറിയില്ല. അവരൊക്കെ രക്ഷിക്കപ്പെട്ടവരാണ് എന്ന് ഞാനങ്ങ് അനുമാനിക്കുകയാണ്. കാരണം സഭയിലൊക്കെയുള്ള അംഗങ്ങളാണ് എന്ന് ഞാൻ കരുതുന്നു. പണ്ടാരോ പറഞ്ഞ പോലെ നമ്മുടെ സഭയിലും ചിലരൊക്കെ രക്ഷിക്കപ്പെടും എന്നാണ് എന്റെയും വിശ്വാസം. രണ്ടാമതായിട്ട്, പൊരുത്തപ്പെടലോ പോരാട്ടമോ എന്ന് ആണല്ലോ ഈ ചോദ്യം. പക്ഷെ അങ്ങനെ ചോദിച്ചപ്പോൾ, ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചു വന്നപ്പോ അങ്ങനെ ചോദിക്കുന്നതിലൂടെ ഇതിന്റെ ഉത്തരം ഈ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ആയിരിക്കും എന്ന ഒരു സൂചന അവിടെ ഉണ്ട്. ഒന്നുകിൽ പൊരുത്തപ്പെട്ടു പോകണം, അല്ലെങ്കിൽ പോരാട്ടം കഴിക്കണം. എന്നാൽ ഞാൻ പഠിച്ചു വന്നപ്പോൾ കിട്ടിയ ഉത്തരം ആദ്യമേ അങ്ങ് പറയാം. ഇതിന്റെ ഉത്തരം ഈ രണ്ട് ആശയങ്ങൾക്കും അതീതമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ആദ്യത്തെ ഉത്തരം, പൊരുത്തപ്പെടൽ പരിപൂർണമായും തെറ്റാണ് എന്നാണ് നമുക്ക് വചനത്തിൽ നിന്ന് കാണാനായിട്ട് കഴിയുന്നത്. രണ്ടാമത്തെ ഉത്തരം, പോരാട്ടം ശരിയാണ്, എന്നാൽ അത് ഭാഗികമായിട്ടാണ് ശരി. തിരുവഴുത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന സത്യം, ഈ പറഞ്ഞ ആശയത്തിലും മേലായ ചില സത്യങ്ങൾ, ചില വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ നമുക്ക് അതിന്ന് ചർച്ച ചെയ്യാവുന്ന വാക്യങ്ങളാണ്. അപ്പോൾ ഈ വചനം നൽകുന്ന ഉത്തരത്തെ നമ്മൾക്ക് എങ്ങനെ സംഗ്രഹിച്ച് പറയാം എന്നുള്ളതിന് എനിക്ക് ഉത്തരം അറിയില്ല. അപ്പൊ നമ്മൾ ഈ വാക്യങ്ങളൊക്കെ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ, ഞാൻ വിഷയാവതരണം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഗ്രഹിച്ച ഒരു വാക്ക് കിട്ടുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും പറയാവുന്നതാണ്. ഞാൻ ഈ വിഷയത്തിലേക്ക് വരുന്നതിന് വേണ്ടി ആദ്യമായി ദൈവത്തെക്കുറിച്ച് ചില കാര്യങ്ങളും, മനുഷ്യനെ കുറിച്ച് ചില കാര്യങ്ങളും, അതുപോലെ രക്ഷയെക്കുറിച്ച് ചില കാര്യങ്ങളും, അങ്ങനെ പല നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് ചില കാര്യങ്ങളും, ഇങ്ങനെ ചില കാര്യങ്ങൾ ഓർത്തിണക്കി പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്തുവാനായിട്ട് കഴിയുന്നത്. ആദ്യമായി നമുക്ക് ദൈവത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഞാനൊരു ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുകയാണെന്ന് സഹോദരൻ പറഞ്ഞല്ലോ. ഈ ബൈബിൾ കോളേജ് പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഈ വചനം പഠിച്ചിട്ടാണല്ലോ പഠിപ്പിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഈ പഠിപ്പിക്കുമ്പോൾ പിള്ളേർ ഗുണം പിടിച്ചില്ലെങ്കിലും നമുക്ക് വളരെ പ്രയോജനം ചെയ്യും.
കാരണം ഞാൻ ഈ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ പഠിക്കുമ്പോൾ ഈ പല വചനങ്ങളും എന്നെയാണ് വളരെയധികം സ്വാധീനിക്കുന്നത്. അപ്പൊ അങ്ങനെ എന്നെ ഈ അടുത്ത കാലത്ത് വളരെ സ്വാധീനിച്ച ഒരു വേദഭാഗമാണ് 1 യോഹന്നാൻ അതിന്റെ 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. അപ്പൊ അതിലേക്ക് വരുന്നതിന് മുമ്പ് എന്റെ ഒരു പശ്ചാത്തലം നമുക്ക് ആദ്യത്തെ 4 വാക്യങ്ങൾ ആദ്യം ഒന്ന് ചിന്തിക്കാം. 1 യോഹന്നാൻ 1-ന്റെ 1-ഉം 2-ഉം നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ടുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഇത് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതുന്ന ഒരു ലേഖനമാണല്ലോ. ഇവിടെ താൻ എഴുതുന്നത് ജീവന്റെ വചനം സംബന്ധിച്ചാണ് എന്നാണ് താൻ പറയുന്നത്. മനുഷ്യന് ജീവൻ നൽകുന്ന വചനം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സർവനാമം ന്യൂട്ടർ ജെൻഡർ ആണ്. അപ്പോ ഇത് താൻ പറയുമ്പോ താൻ ഇത് യേശുക്രിസ്തു എന്ന ഒരു ദൈവ മനുഷ്യൻ എന്ന നിലയിലല്ല താൻ അവിടെ തുടങ്ങുന്നത്. എന്നാൽ താൻ പറയുന്നത് ഇത് ജീവന്റെ വചനമാണ് എന്നാണ് താൻ പറയുന്നത്. നമുക്ക് ജീവൻ നൽകുന്ന വചനം പിതാവിൽ നിന്ന് ജീവൻ പ്രത്യക്ഷമായി നമുക്ക് പ്രത്യക്ഷമായ പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവൻ. അങ്ങനെ ഒരു ന്യൂട്ടർ ജെൻഡറിലാണ് താനത് പറയുന്നത്. ഇതെന്തിനാണ് താൻ പറയുന്നതെന്ന് അടുത്ത 2 വാക്യങ്ങൾ 3-ഉം 4-ഉം വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ നമുക്ക് വായിക്കാം. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. അപ്പൊ അപ്പോസ്തലൻ പറയുന്നത് ഈ വിശുദ്ധനായ പരിപൂർണനായ ഈ ദൈവവുമായും അവന്റെ പുത്രനായ യേശുവുമായും ഞങ്ങൾക്ക് കൂട്ടായ്മയുണ്ട്. എന്നാൽ നിങ്ങൾക്ക് നമ്മളോട് കൂട്ടായ്മ ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾക്ക് ഒരുമിച്ച് ദൈവത്തിൽ ക്രിസ്തുവിൽ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് താനിത് എഴുതുന്നത് എന്നാണ് താൻ പറയുന്നത്. അതിനുശേഷം താന് 5-ാം വാക്യം, നമ്മളുടെ പ്രധാനപ്പെട്ട വാക്യം 5-ാം വാക്യമാണ്. 5-ാം വാക്യത്തിൽ പറയുന്നത് ഈ ദൈവമക്കൾക്കാണ് താൻ എഴുതുന്നത്. ഈ ദൈവമക്കൾക്കാണ് എഴുതുന്നത് നമുക്ക് ഈ പല വാക്യങ്ങളിലൂടെ വളരെ വ്യക്തമായിട്ട് അറിയാം. 3-ാമത്തെ അധ്യായത്തിന്റെ 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു: കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. അപ്പോൾ ഈ ദൈവമക്കൾക്ക് എഴുതുന്നതാണ്, വിശ്വാസികൾക്ക് എഴുതുന്നതാണ്. അപ്പോൾ ഈ 5-ാം വാക്യത്തിൽ 1-ന്റെ 5-ലേക്ക് നമ്മൾ വരുമ്പോൾ അതിൽ പറയുന്നത് ദൈവമക്കൾ ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാന സത്യമാണ് താൻ അവിടെ പറയുന്നത്. എന്ന് മാത്രമല്ല, ഈ ദൈവമക്കൾ ഇത് നമ്മൾ ദൈവത്തെ കുറിച്ചാണെന്ന് മാത്രമല്ല, അതിന്റെ അവസാന ഭാഗം 5-ന്റെ അവസാന ഭാഗം നിങ്ങൾ ബൈബിൾ ശ്രദ്ധിച്ചാൽ ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ദൈവത്തെ കുറിച്ചുള്ള ഈ അടിസ്ഥാന സത്യം അവനെ ഉദ്ദേശിക്കുന്ന യേശു ക്രിസ്തുവാണ് ആകാൻ സാധ്യതയുള്ളത്. അപ്പം ആ യേശു ക്രിസ്തുവിൽ നിന്ന് അപ്പോസ്തലന്മാർ ആ യേശു ക്രിസ്തുവിൽ നിന്ന് കേട്ട വചനം, അവിടെ യേശു ക്രിസ്തു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് ആദ്യം പറഞ്ഞ പിതാവിൽ നിന്ന് വന്ന ജീവന്റെ വചനം, ആ ജീവന്റെ വചനത്തിൽ നിന്ന് ഞങ്ങൾ കേട്ടത് ഇതാണ്. ആ വ്യക്തി ആ ജീവന്റെ വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഇതാണ്. അത് അവൻ നമുക്ക് പറഞ്ഞു തന്നത് ഇതാണ് എന്ന് പറഞ്ഞ് ആണ് പറയുന്നത്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൽ നിന്ന് ജീവന്റെ വചനം എന്ത് ദൂതാണ് അപ്പോസ്തലന്മാർക്ക് നൽകിയത്? ആ ദൂതാണ് വിശ്വാസികൾക്ക് കൊടുക്കുന്നത്. അതെന്ത് ദൂതാണ്? അതാണ് ഈ 5-ാം വാക്യത്തിൽ പറയുന്നത്. 5-ാം വാക്യം എങ്ങനെ പറയുന്നത്? ആ ദൂത് ഇതാണ്, ആ സന്ദേശം, യേശുവിന്റെ സന്ദേശം നമുക്ക് പറയാം. യേശു ക്രിസ്തു വന്നതിന്റെ സന്ദേശം, താൻ കൊണ്ടുവന്ന സന്ദേശം. ആ സന്ദേശം ഇതാണ്: ദൈവം വെളിച്ചം ആകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല. ഇതാണ് കർത്താവായ യേശു ക്രിസ്തു പിതാവിൽ നിന്ന് വന്ന ജീവന്റെ വചനം, നിത്യജീവൻ നമ്മളോട് അറിയിച്ച ദൂത് എന്നാണ് അപ്പോസ്തലന്മാർ പറഞ്ഞത്, യോഹന്നാൻ പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ ദൈവം ആരാണ്, സത്യദൈവം ആരാണ് എന്നാണ് യേശു ക്രിസ്തുവിന്റെ സന്ദേശം എന്നാണ് താൻ തന്റെ ജീവിതത്തിലൂടെയും തന്റെ വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും താൻ വെളിവാക്കിയത്. കർത്താവായ യേശു ക്രിസ്തു അതുകൊണ്ടാണ് പറഞ്ഞത്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ദൈവത്തെ വെളിവാക്കുവാൻ വന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ആരാണ് ദൈവം എന്ന് നമുക്ക്, ദൈവമക്കൾക്കാണ് ഇത് എഴുതുന്നത്, ദൈവമക്കൾക്ക് മനസ്സിലാക്കി തരുവാൻ വന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ലോകത്തിനും മനസ്സിലാക്കി കൊടുക്കാൻ വന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഇത് വിശ്വാസികൾക്ക് എന്തിന് എഴുതുന്നു എന്നത് ചിന്തിച്ചാൽ, ഈ വിശ്വാസികൾക്ക് പോലും ഒരുപക്ഷെ ഇത് അത്ര അറിയില്ല എന്നുള്ളതുകൊണ്ടാണ്. ദൈവം, സത്യദൈവം ആരാണ് എന്നതിനെ കുറിച്ച് ശരിയായ ഒരു ദർശനമില്ല, ഒരു കാഴ്ചപ്പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് വിശ്വാസികൾക്ക് അപ്പോസ്തലൻ എഴുതുന്നത്.
അപ്പൊ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചം, ഇരുൾ എന്നുള്ള വാക്കുകളൊക്കെ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഇതൊക്കെ പശ്ചാത്തലത്തിൽ അങ്ങനെയായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പ്രതീകാത്മകമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചം എന്നത് ബൈബിളിൽ നമ്മൾ പരിശോധിച്ചാൽ വിശുദ്ധി, ധാർമ്മികത, നന്മ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ കുറിക്കുന്ന ഒരു പദമാണ്. ഇരുൾ എന്ന അതിന്റെ വിപരീതമായിട്ടുള്ള പദമാണ്. അതായത് അശുദ്ധി, അധാർമികത, തിന്മ എന്നിവയാണ്. അപ്പൊ ഈ നന്മ തിന്മകളും ദൈവവും തമ്മിലൊരു ബന്ധം, അതൊരു അവിഭാജ്യമായി കിടക്കുന്ന ഒരു ബന്ധമുണ്ടെന്നാണ് നമുക്ക് ഈ വാക്യത്തിലൂടെ മനസ്സിലാക്കുന്നത്. ദൈവത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവ് നമ്മളെ മനസ്സിലാക്കി തരുന്നത് നന്മയുടെ, ധാർമ്മികതയുടെയൊക്കെ, വിശുദ്ധിയുടെയൊക്കെ പരിപൂർണതയാണ് ദൈവം എന്നുള്ളതാണ്. ദൈവത്തെക്കുറിച്ച് ഈ വാക്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ആപേക്ഷികമായ ഒരു നന്മ എന്നല്ല. കാരണം അതിന്റെ രണ്ടാം ഭാഗം ദൈവം വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞിട്ട്, അത് മാത്രമല്ല പറഞ്ഞതിന്റെ രണ്ടാം ഭാഗത്തിൽ പറയുന്നത് അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നാണ്. അപ്പൊ ഇരുട്ട് ഒട്ടുമില്ലാത്ത വെളിച്ചം മാത്രമാകുന്നവനാണ് ദൈവം. അപ്പോൾ നമുക്ക് ദൈവത്തെ ഒരു ആപേക്ഷിക നന്മയല്ല, ഒരു ആത്യന്തിക നന്മയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇതാണ് സത്യദൈവം. ഈ ദൈവത്തെ വെളിവാക്കുവാനായിട്ടാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. തന്റെ മറ്റുദ്ദേശങ്ങളുടെ എല്ലാം ഉണ്ട്. നമുക്ക് വേണ്ടി മരിച്ചു എന്നൊക്കെ നമുക്കറിയാം. അതിനോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമാണ് ദൈവം ആരാണെന്ന് വെളിവാക്കി തരും എന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലും മറ്റ് ദൈവത്തിന്റെ വിശുദ്ധിയെ കുറിച്ചൊക്കെ അനേക വാക്യങ്ങളുണ്ട്, എല്ലാം നമ്മൾ എടുക്കുന്നില്ല. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ദൈവത്തെയും നന്മ തിന്മകളെയും ഒക്കെ ചേർത്തേ നമുക്ക് നിർവചിക്കുവാൻ കഴിയുകയുള്ളൂ. നന്മയെ കൂടാതെ ദൈവത്തെയും, ദൈവത്തെ കൂടാതെ നന്മയും നിർവചിക്കാൻ കഴിയാത്ത വണ്ണം അത് ഇങ്ങനെ ചേർന്നിരിക്കുന്ന കാര്യങ്ങളാണ്. നന്മ എന്ന് പറയുന്നത് ദൈവത്തിന്റെ തന്നെ സ്വഭാവമാണ്. യോഹന്നാൻ 1:5 നമ്മൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിലും മറ്റു വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലും നമുക്കൊരു പക്ഷെ ഇങ്ങനെ ചിന്തിക്കാം, ദൈവത്തിന്റെ സ്വഭാവം എന്താണോ അതാണ് നന്മ, ദൈവത്തിന്റെ സ്വഭാവം എന്തല്ലയോ അതാണ് തിന്മ. ദൈവത്തിന്റെ തന്നെ സത്തയാണ് നന്മ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് സത്യദൈവം, ഇരുൾ ഒട്ടുമില്ലാത്ത വെളിച്ചം മാത്രമായിരിക്കുന്ന ദൈവം. ദൈവം സ്നേഹം തന്നെ എന്ന് പറയുന്നത് പോലെ അതിന് തത്തുല്യമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവം വെളിച്ചം ആകും. അപ്പൊ ഈ ദൈവത്തിന്റെ തന്നെ ഒരു എസൻസ് എന്ന് നമുക്ക് പറയാവുന്നതാണ് ഈ വിശുദ്ധി, നന്മ, ധാർമ്മികത എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മുടെ രക്ഷയും പാപവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ഈ ദൈവം ആരാണെന്ന് നമ്മൾ ഒന്നുകൂടെ യോഹന്നാൻ വിശ്വാസികൾക്ക് എഴുതുന്നത് പോലെ നമ്മൾ ഒന്നുകൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം, ചിന്തിക്കണം. ആരാണ് നമ്മുടെ ദൈവം? ഈ പറഞ്ഞിരിക്കുന്ന വെളിച്ചം ആയിരിക്കുന്നവൻ, ഇരുൾ ഒട്ടുമേ ഇല്ലാത്തവൻ ആരാണോ അവനാണ് നമ്മുടെ ദൈവം. അപ്പൊ ആരാണ് മനുഷ്യൻ? ഇതാണ് ദൈവമെങ്കിൽ ആരാണ് മനുഷ്യൻ? നമുക്ക് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ, ഉൽപ്പത്തി മുതലുള്ള അദ്ദേഹത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാനായിട്ട് കഴിയും, ഈ ദൈവത്തിന്റെ, ഈ ഏക സത്യ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട ഏറ്റവും വിശേഷതയുള്ള സൃഷ്ടിയാണ് മനുഷ്യൻ. നമുക്ക് വീണ്ടും യോഹന്നാൻ 1:5 അടിസ്ഥാനത്തിൽ ഇങ്ങനെ പറയാം, ഈ നന്മ തന്റെ സത്യമായിരിക്കുന്ന ദൈവത്തിന്റെ, തിന്മ ഒട്ടുമില്ലാത്ത ദൈവത്തിന്റെ, വെളിച്ചം മാത്രമായിരിക്കുന്ന ഇരുൾ ഒട്ടുമില്ലാത്ത ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട പുരുഷനും സ്ത്രീയുമാണ് മനുഷ്യൻ. അപ്പോൾ അങ്ങനെയാണ് മനുഷ്യനെങ്കിൽ മനുഷ്യർ പാപം ചെയ്തപ്പോൾ നമുക്ക് ശരിക്കും എന്താണ് സംഭവിച്ചത്? ഒരിക്കലും നമ്മൾ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടെ നമ്മൾ ആ പാപം എന്നുള്ള ആ കാര്യം, ഇരുൾ എന്നുള്ള ഒരു കാര്യം, ഇരുട്ട്, അതൊന്നുകൂടെ ഒന്ന് ചിന്തിക്കണം. അപ്പൊ നമ്മൾ പാപം ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ആരുടെ പതിപ്പിലാണോ സൃഷ്ടിക്കപ്പെട്ടത് ആ വ്യക്തിയുടെ സത്തയിൽ എന്താണോ അല്ലാത്തത് അതാണ് നമ്മുടെ സത്തയുടെ ഭാഗമായി തീർന്നത്. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ സ്വത്വം തന്നെ, ദൈവം വിഭാവനം ചെയ്ത നമ്മളുടെ ആ ഒരു ഐഡന്റിറ്റി തന്നെ മാറിപ്പോയി, നശിച്ചുപോയി. നാം ദൈവം വിഭാവനം ചെയ്ത മനുഷ്യൻ അല്ലാതെയായി തീർന്നിരിക്കുകയാണ്. അതാണ് നമ്മുടെ പ്രശ്നം. ഇതാണ് മനുഷ്യന്റെ പാപപ്രശ്നം. ഇതിന്റെ പരിണിത ഫലമായിട്ടാണ് നമുക്ക് മരണവും, അതുപോലെ തന്നെ ദൈവം നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ നല്ല സൃഷ്ടി ശപിക്കപ്പെട്ടതും ഒക്കെയായി ശാപത്തിന് കീഴായി തീർന്നതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നത് ഇതിന്റെ പരിണിത ഫലമായിട്ടാണ്. അപ്പൊ ദൈവ സാദൃശ്യത്തിലായ മനുഷ്യന് വന്ന ആ ഒരു വീഴ്ച, ആ ഒരു കോട്ടം, ദൈവ സാദൃശ്യത്തിന് വന്നൊരു കോട്ടം, അതാണ് നമ്മുടെ പ്രശ്നം. നമ്മളിൽ മരണം വന്നു, നമ്മൾ
ദൈവ സാദൃശ്യത്തിന് ഒരു കോട്ടം സംഭവിച്ചു. നമ്മൾ സൃഷ്ടി ശാപത്തിന് കീഴായി തീർന്നു. ഇതാണ് നമ്മുടെ പ്രശ്നം. റോമാലേഖനത്തിന്റെ 3:23 നമ്മുടെ പ്രശ്നത്തെക്കുറിച്ച്, മനുഷ്യരാശിയുടെ പ്രശ്നത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്: എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഇതാണ് നമ്മുടെ പ്രശ്നം. ദൈവ തേജസ് നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മൾ അത് ഇല്ലാത്ത മനുഷ്യരായി തീർന്നു. ദൈവ തേജസ്സിലാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചത്, എന്നാൽ അത് ഇല്ലാത്ത മനുഷ്യരായി നമ്മൾ തീർന്നു. രക്ഷയെക്കുറിച്ച് അപ്പൊ നമുക്ക് ഇത് മനസ്സിലാക്കി, ദൈവത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും അല്പം ചിന്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, പാപത്തെക്കുറിച്ചും ഒക്കെ ചിന്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രക്ഷ എന്ന വിഷയത്തെക്കുറിച്ച് അല്പമായിട്ടൊന്ന് ചിന്തിക്കാം. രക്ഷയെക്കുറിച്ച് നമ്മള് സഹോദരൻ അതിന്റെ ആമുഖം പറഞ്ഞ പോലെ നമുക്ക് പലപ്പോഴും വളരെ പരിമിതമായിട്ടുള്ള കാഴ്ചപ്പാടാണ്, ചിലപ്പോഴെങ്കിലും വളരെ ഒരു വികലമായ കാഴ്ചപ്പാടാണ് നമുക്ക് വിശ്വാസികൾ പലർക്കും ഉള്ളത്. രക്ഷയെക്കുറിച്ച് പൊതുവെ അനേക വിശ്വാസികൾ കരുതുന്നത് നമ്മൾ ദൈവത്തോട് തെറ്റ് ചെയ്തു, നമ്മൾ പാപം ചെയ്യുന്നവരാണ്, അതുകൊണ്ട് ദൈവം വിശുദ്ധനായിട്ട് നമ്മളെ ശിക്ഷിക്കും, നരകത്തിൽ പോകും, അതുകൊണ്ട് നരകത്തിൽ പോകേണ്ടി നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് രക്ഷ എന്നുള്ള നിലയിലാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. ചിലർ കരുതുന്നത് ലോകത്തില് വളരെ ദുഃഖങ്ങളും ശാപവും പ്രയാസവും രോഗവും ഒക്കെ ഉണ്ട്, അതിൽ നിന്നുള്ള ഒരു വിടുതൽ, ആത്യന്തിക വിടുതലാണ് രക്ഷ. ഈ ലോകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പോകുന്നതാണ് രക്ഷ എന്നുള്ള നിലയിലാണ് പലരും കരുതുന്നത്. ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം കഷ്ടപ്പാടായതുകൊണ്ട് ദൈവം നമ്മളെ ഇവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് അങ്ങ് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ രക്ഷയെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇതെല്ലാം വളരെ വികലമായ ചിന്തകളാണ്. യഥാർത്ഥ നമ്മളുടെ പ്രശ്നം ഇതൊന്നുമല്ല. നമ്മൾ ചിന്തിച്ച പോലെ നമ്മളുടെ പ്രശ്നം ഈ ലോകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതായിരുന്നു എങ്കിൽ നമ്മളുടെ പ്രശ്നം എന്താണ്? നമ്മളുടെ പ്രശ്നം ഒരു ലൊക്കേഷൻ, നമ്മളായിരിക്കുന്ന സ്ഥലമാണ് പ്രശ്നം. എന്നാൽ അതല്ല പ്രശ്നം. നമ്മൾ ബൈബിളിന്റെ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിന്തിച്ച പോലെ നമ്മുടെ പ്രശ്നം അതല്ല. നമ്മളുടെ പ്രശ്നം ഒരു സ്ഥലമല്ല. നമ്മളുടെ പ്രശ്നം നമ്മളുടെ ഉള്ളിൽ ദൈവസാദൃശ്യത്തിൽ ഉണ്ടാക്കിയ നമ്മളുടെ ഉള്ളിൽ ദൈവം എന്താണോ അല്ലാത്തത് അതായി തീർന്നിരിക്കുകയാണ് ഞാൻ നിങ്ങൾ. അതാണ് നമ്മുടെ പ്രശ്നം. ദൈവസാദൃശ്യം നമുക്ക് അതിന് കോട്ടം സംഭവിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ തേജസ് റോമാലേഖനം പറയുന്ന പോലെ ഇല്ലാത്തവരായി നമ്മൾ തീർന്നിരിക്കുകയാണ്. ഇതാണ് നമ്മളുടെ പ്രശ്നം. അതിന്റെ പരിണിത ഫലമായി നമുക്ക് മാത്രമല്ല, ഈ പ്രപഞ്ചം തന്നെ, ഈ ഭൂമി തന്നെ ശപിക്കപ്പെട്ടതായി നമ്മൾ വായിക്കുന്നു. അപ്പൊ അതെല്ലാം നമ്മളുടെ പ്രശ്നമാണ്. നമ്മൾക്ക് ഈ ഭൂമി ശാപഗ്രസ്തമായ ഒരു ഭൂമിയാണ് ദൈവം നമ്മൾക്ക് ഇപ്പോൾ ജീവിക്കാനായിട്ട് തന്നിരിക്കുന്നത്. ഇതെല്ലാം നമ്മളുടെ പ്രശ്നമാണ്. നമ്മുടെ സ്വത്വം, സത്ത എന്നുള്ള കാര്യങ്ങൾ, ദൈവം വിഭാവനം ചെയ്ത മനുഷ്യത്വം, ഇതെല്ലാം നമ്മൾ വികലമായി പോയി, നഷ്ടപ്പെട്ടു പോയി. അത് തിരിച്ച് വീണ്ടെടുക്കുന്നതായിരിക്കണം നമ്മളുടെ രക്ഷ. കാരണം അതാണ് നമ്മളുടെ പ്രശ്നം. രക്ഷയെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് മത്തായി സുവിശേഷം 1:21 ഉള്ളത്. അവിടെ യേശുക്രിസ്തുവിന്റെ ജനനത്തോടനുബന്ധിച്ച് ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കെ കൊണ്ട് നീ അവന് യേശു എന്ന് പേര് ഇടയണം എന്ന് പറഞ്ഞു. യേശു ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്റെ ദൈവമായിട്ട് ഒരു പേര് കൊടുക്കുകയാണ്. അപ്പോൾ പേരെന്ന് പറയുന്നത് തന്റെ ഐഡന്റിറ്റിയാണ് കാണിക്കുന്നത്, താൻ ആരാണെന്നാണ് കാണിക്കുന്നത്. ഇപ്പൊ ലോകരക്ഷകനെ ദൈവം ഭൂമിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ തന്റെ പേര് യേശു നേടുന്നതിന്റെ കാരണം അവൻ തന്റെ ജനത്തെ നരകത്തിൽ നിന്ന് വിടുവിക്കുന്നത് കൊണ്ടല്ല, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത് കൊണ്ട്, അത് രക്ഷിപ്പാനിരിക്കുമ്പോൾ നീ അവനെ യേശു പേരിടാൻ. അപ്പൊ കർത്താവിന്റെ ഐഡന്റിറ്റി തന്നെ, കർത്താവിന്റെ ഒരു പർപ്പസ് തന്നെ ഇതാണ് നമ്മൾ വായിക്കുന്നത്. റോമാലേഖനത്തിൽ നമ്മളുടെ പ്രത്യാശ, ഇനി നമ്മൾ നമ്മളുടെ പ്രത്യാശയെക്കുറിച്ച് ഞങ്ങൾ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാന ഉത്തരത്തിലേക്ക് വരാം. നമ്മളുടെ പ്രത്യാശയെക്കുറിച്ചൊരു അല്പ കാര്യങ്ങളോട്. എന്താണ് നമ്മൾ വിശ്വാസത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടവരാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളെല്ലാവരും നീതീകരിക്കപ്പെട്ടവരാണെന്നുള്ള അനുമാനത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരാണ്. നമ്മളുടെ പ്രത്യാശ എന്താണ്? എന്റെ റോമാലേഖനത്തിൽ പൗലോസ് അതിന്റെ 5-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കാം. അതില് 1-2 വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. അതിന്റെ അടുത്ത ഭാഗമാണ് ശ്രദ്ധിക്കേണ്ടത്: നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. നമ്മളെ പ്രത്യാശ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ നമ്മൾ ഇപ്പോഴേ പ്രശംസിക്കുകയാണ്. എനിക്ക് ദൈവ തേജസ് ലഭിക്കും എന്നുള്ളതാണ് എന്റെ പ്രത്യാശ. നമ്മൾ റോമാലേഖനം 3:23 നമ്മൾ നേരത്തെ വായിച്ചു. മനുഷ്യന്റെ പ്രശ്നം എന്താണ്? എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു.
നമ്മളുടെ ഇന്നത്തെ പ്രത്യാശ എന്താണെന്നാണ് പൗലോസ് പറയുന്നത്? ദൈവ തേജസ്സാണ് നമ്മളുടെ പ്രത്യാശ. ദൈവ തേജസ് നമുക്ക് ലഭിക്കുവാനായിട്ട് പോകുന്നു. അതാണ് നമ്മളുടെ പ്രത്യാശ എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമുക്ക് പറയാം, ഇങ്ങനെ വീഴ്ച സംഭവിച്ച, അപഭ്രംശം സംഭവിച്ച മനുഷ്യൻ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് തനിക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവ തേജസ് വീണ്ടും ലഭിക്കും എന്നുള്ളതാണ് അവന്റെ പ്രത്യാശ. ഇതാണോ നമ്മുടെ പ്രത്യാശ? ഇതാണോ നിങ്ങളുടെ പ്രത്യാശ എന്ന് നമ്മൾ അല്പം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അതോ നമ്മള് ഈ ലോകത്തിൽ എങ്ങനെയും ജീവിച്ച് ഇനി അവസാനം സ്വർഗ്ഗത്തിൽ പോയാൽ മതി എന്നുള്ളതാണ് പ്രത്യാശ? റോമാലേഖനം 5:5 ഇങ്ങനെ വായിക്കുന്നു, പ്രത്യാശയ്ക്കോ, ഈ പ്രത്യാശയെ കുറിച്ച് പറഞ്ഞിട്ടാണ് എഴുതുന്നത്, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. അതായത് ദൈവസ്നേഹത്താൽ നമ്മൾക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനാലാണ്, ആ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനാലാണ് നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതിരിക്കുന്നത്. നമ്മളുടെ പ്രത്യാശയായ ദൈവ തേജസ് നമുക്ക് ലഭിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം മുഖാന്തരമാണ്. ഓക്കെ, ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് വരാം. അതിൽ ഇനി വരാൻ പോകുന്ന തേജസ്സിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. നാം മക്കളെങ്കിൽ 17-ാം വാക്യം മുതൽ നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു എന്ന് പറഞ്ഞിട്ട് 18-ാം വാക്യത്തിൽ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്. ഈ തേജസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു തേജസ്സായി ദൈവത്തിൽ ഇരിക്കുന്ന ഒരു തേജസ്സിനെ കുറിച്ചല്ല, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് എന്നാണ് പറയുന്നത്. ഈ തേജസ് നമുക്ക് നഷ്ടപ്പെട്ട നമ്മിൽ വെളിപ്പെടുവാൻ പോകുന്ന തേജസ്. അപ്പൊ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. എന്താണ് ആ തേജസ്? 19-ാം വാക്യത്തിൽ സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും. ആ വാക്കുകൾ ശ്രദ്ധിക്കുക. തേജസ് എന്ന് പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും, സൃഷ്ടി അങ്ങനെ പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് താഴോട്ട് വരുന്നുണ്ട്. സർവ്വസൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുന്നതോടെ ഇരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ ഈ സൃഷ്ടിയെല്ലാം ഇങ്ങനെ ഞരങ്ങിയാണ്, എല്ലാം പ്രത്യാശിച്ചിരിക്കും. സൃഷ്ടി മുഴുവൻ പ്രത്യാശയോടെ നോക്കി പാർത്തിരിക്കുന്നത് ദൈവപുത്രന്മാരുടെ വെളിപ്പാടാണ്. ദൈവപുത്രന്മാർ വെളിപ്പെടുന്ന ഒരു ദിവസം, അത് നമുക്ക് മുഴുവൻ വായിച്ചാൽ മനസ്സിലാവും, നമ്മളുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസമാണ്. ദൈവപുത്രന്മാർ വെളിപ്പെടുന്ന നമ്മൾക്ക് തേജസ് ലഭിക്കുന്ന ആ ദിവസം, അതാണ് നമ്മളുടെ പ്രത്യാശ എന്നാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. ഇതാണ് വിശ്വാസികൾക്ക് വരേണ്ടിയ പ്രത്യാശ. ഇതാണ് നമ്മുടെ രക്ഷ. ഇതിനു വേണ്ടിയാണ് അപ്പോസ്തലനായ പൗലോസ് ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്നത്. ഇതിന് പകരം നമ്മൾ പലപ്പോഴും കേൾക്കുന്ന സുവിശേഷം എന്ന് പറയുന്നത്, നിങ്ങൾ വളരെ പാപം ചെയ്ത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ജീവിക്കുന്നത് കൊണ്ട് യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു, അത് വിശ്വസിച്ചാൽ മതി, നിങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന് പറയുമ്പോൾ നമ്മൾക്കൊരു വികലമായ സുവിശേഷമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കുള്ള പ്രശ്നമോ ദൈവത്തോടുള്ള ശത്രുത്വമോ ദൈവത്തോടുള്ള മാനസാന്തരമോ ഒന്നും പ്രസംഗിക്കാതെ എങ്ങനെ വേണോ ഈ ലോകത്തിൽ ജീവിച്ചാലും നമ്മളെ രക്ഷിക്കാൻ ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിൽ വിശ്വസിച്ചാൽ മതി, യേശുവിൽ വിശ്വസിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഈ ദൈവത്തിനോടുള്ള ശത്രുത്വം മാറുന്നില്ല, ദൈവത്തോടുള്ള മാനസാന്തരം നമുക്കില്ല. ഈ ഭൂമിയിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ജീവിക്കാം. ദൈവം ഒരു സ്വർഗത്തിൽ പോകാനുള്ള ഒരു ടിക്കറ്റ് യേശു ക്രിസ്തുവിലൂടെ തന്നിരിക്കുകയാണ്. ഇവിടെയും അടിച്ചു പൊളിച്ച് ജീവിക്കാം, അവിടെയും അടിച്ചു പൊളിച്ച് ജീവിക്കാം, കാരണം യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന ഉപദേശം, ഡോക്ട്രിൻ ഞാൻ വിശ്വസിച്ചിരിക്കുകയാണ്. ഇതാണോ ബൈബിൾ പറയുന്ന രക്ഷ? ഇതാണോ ബൈബിൾ പറയുന്ന സുവിശേഷം? എല്ലാം നമ്മൾ വ്യക്തമായി കണ്ടതാണ്. ഇതല്ല ബൈബിൾ പറയുന്ന സുവിശേഷം. നമ്മളുടെ പ്രശ്നവും ഇതല്ല, നമ്മളുടെ രക്ഷയും ഇതല്ല. ബൈബിൾ പറയുന്ന സുവിശേഷം ഈ ദൈവ തേജസ് നഷ്ടപ്പെട്ട് നമ്മെ രക്ഷിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ് സുവിശേഷം എന്നാണ് നമ്മൾ വായിക്കുന്നത്. റോമാലേഖനം 1:16 റോമാലേഖനത്തിന്റെ തന്നെ താക്കോൽ വാക്യങ്ങളിൽ ഒന്നായിട്ട് പറയുന്ന വാക്യമാണ്. റോമാലേഖനം 1:16-17 16-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. ദൈവശക്തിയാണ് സുവിശേഷം എന്നുള്ള നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളുടെ പ്രശ്നം ഒന്നുകൂടെ ഒന്ന് ആലോചിക്കാം. നമ്മുടെ പ്രശ്നം എന്താണ്? നമ്മൾ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കണ്ടത്. നമ്മളുടെ പ്രശ്നം ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. ദൈവം എന്താണോ അല്ലാത്തത് അതായി നമ്മൾ തീർന്നു. അപ്പൊ നമ്മളെന്ന് പറയുന്നത് ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട നമ്മൾ മനുഷ്യർ അങ്ങനെയായി തീർന്നു.
അങ്ങനെ ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നു. ആ പ്രശ്നത്തിന് പരിഹാരം തരുവാനുള്ള ദൈവശക്തിയാണ് സുവിശേഷം എന്നാണ് നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്നത്. ദൈവശക്തിയാണ് സുവിശേഷം. നമ്മൾക്ക് ഈ രൂപാന്തരം തരുന്ന ദൈവശക്തിയാണ് സുവിശേഷം. അതിന്റെ അടിസ്ഥാനത്തിൽ രക്ഷയെക്കുറിച്ച് ചില കാര്യങ്ങളിലൂടെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രക്ഷയെക്കുറിച്ച് നമ്മൾ പല നിലയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. രക്ഷ ഭൂതകാലത്തിലും നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന അർത്ഥത്തിലും, വർത്തമാനകാലത്തിൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന അർത്ഥത്തിലും, ഭാവി കാലത്തിൽ രക്ഷിക്കപ്പെടും എന്ന അർത്ഥത്തിലും ഒക്കെ നമ്മൾ പല വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കേട്ടിട്ടുണ്ട് എന്ന് എനിക്കറിയാം. അതിനെക്കുറിച്ച് ഒരു ദേവദാസൻ പറഞ്ഞ ഒരു കൊട്ടേഷൻ ഞാൻ വായിക്കാം. എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നിയ ഒരു കൊട്ടേഷനാണ്. A.W. പിങ്ക് എന്ന ദേവദാസൻ നമ്മുടെ രക്ഷയെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്. മൂന്നിന് വരെ 4 തലങ്ങളെ കുറിച്ചാണ് അദ്ദേഹം 4 തലം അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ മലയാളീകരിച്ചെന്ന് ലളിതമായി പറയാം. നീ അവന് യേശു എന്ന് പേരിടയണം. മത്തായി 1:21. ഒന്നാമതായി, പാപത്തെ വെറുക്കുന്ന ഒരു പ്രകൃതം നൽകിക്കൊണ്ട് അവൻ അവരെ പാപത്തിന്റെ ആനന്ദത്തിൽ നിന്ന്, അഥവാ പാപത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് രക്ഷിക്കും. ദൈവത്തിന്റെ രക്ഷയുടെ തലങ്ങളുടെ ഒന്നാമത്തെ തലം അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. പാപത്തിന്റെ ആനന്ദത്തിൽ നിന്നും, അഥവാ പാപത്തോടുള്ള സ്നേഹത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുക കർത്താവ് യേശു ക്രിസ്തു. രണ്ടാമതായി, അവരുടെ എല്ലാ കുറ്റവും നീക്കിക്കളയുന്നതിലൂടെ അവൻ അവരെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കും. മൂന്നാമതായി, തന്റെ ആത്മാവിന്റെ പ്രവർത്തനത്താൽ അവൻ അവരെ പാപത്തിന്റെ ശക്തിയിൽ നിന്ന്, അഥവാ അതിന്റെ ആധിപത്യത്തിൽ നിന്ന് രക്ഷിക്കും. നാലാമതായി, അവൻ അവരെ പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന്, അതിന്റെ അധിവാസത്തിൽ നിന്ന് രക്ഷിക്കും. അപ്പൊ നല്ലൊരു കൊട്ടേഷനാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷയുടെ പല തലങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അവിടെ ആദ്യമായി താൻ പറഞ്ഞത് പാപത്തോടുള്ള നമ്മളുടെ ആ ഒരു സ്നേഹം, ആ ഒരു ഇഷ്ടം, ആനന്ദം, അതിൽ നിന്ന് രക്ഷിക്കുന്നവരാണ് കർത്താവായ യേശു ക്രിസ്തു എന്നുള്ളതാണ്. അപ്പൊ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ മരിച്ച് സ്വർഗത്തിൽ പോയി ദൈവത്തോട് ആനന്ദിക്കാനായിട്ട് യേശു ക്രിസ്തു വന്നു, അതിനുവേണ്ടി താൻ മരിച്ചു, അതിനുവേണ്ടി അടക്കപ്പെട്ടു എന്ന് പറയുന്നത് ഒരു വികലമായ സുവിശേഷവും ഒരു വികലമായ വിശ്വാസവുമാണ്. പിന്നെ ഈ രക്ഷയെക്കുറിച്ച് നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല എന്ന അർത്ഥത്തിൽ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ ചില വാക്യങ്ങളൊക്കെ നമുക്കുണ്ട്. എന്നാൽ അങ്ങനെ പറയുന്നതിൽ ചില പ്രശ്നങ്ങളും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് 1-2 വാക്യങ്ങളുടെ വായിക്കാം. റോമാലേഖനം 8 പല വാക്യങ്ങളുണ്ട്. അതിൽ ചുരുക്കത്തിൽ നമുക്ക് 13-ാമത്തെ വാക്യം വായിക്കും. 8:13. ഇപ്പൊ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് കരുതുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. 13-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. ഇത് വ്യാഖ്യാനിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു വാക്യമായിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ മുഖവിലക്ക് എടുത്താൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല, സ്വർഗത്തിൽ പോകുമല്ലോ എന്നും പറഞ്ഞ് കൈയും കെട്ടി ഇരിക്കുന്ന ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം എന്നുള്ളതാണ് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച് ഇവിടുന്ന് മനസ്സിലാക്കുന്നത് ജഡത്തെ അനുസരിച്ച് ജീവിക്കാതെ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്ന ഒരു ജീവിതം, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്ന ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്നാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത്. അതിന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലും ഇതേ ആശയം നമ്മൾ കാണുന്നുണ്ട്. അതും കൂടെ വായിക്കാം. 6 മുതൽ റോമാലേഖനം 8:6 മുതൽ 9 വരെ. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകും, അത് ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിന് കീഴ്പ്പെടുവാൻ കഴിയുന്നതുമില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിവില്ല. നിങ്ങളോ, വിശ്വാസികളെ കുറിച്ച് പറയുകയാണ്, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരല്ല. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവൻ അല്ല.
ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിച്ചാലും നമുക്ക് പറയാനായിട്ട് കഴിയും, ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് ജഡത്തിന്റെ, നമ്മൾ വിശ്വസിച്ചു രക്ഷിക്കപ്പെട്ടു സ്വർഗത്തിൽ പോകും, ഇനി ജഡത്തിന്റെ ഇഷ്ടത്തിൽ ജീവിച്ചാൽ നമുക്ക് കുറച്ച് പ്രതിഫലം നഷ്ടപ്പെടും എന്ന് പറയുന്ന ജീവിതമല്ല. ഇവിടെ പ്രതിഫലം നഷ്ടപ്പെടും എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ജഡത്തിന്റെ ചിന്ത മരണം എന്നാണ് പറയുന്നത്. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും എന്നാണ്. അപ്പൊ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഇഷ്ടം തന്റെ ആത്മാവിലൂടെ നമ്മളെ അറിയിച്ചിട്ടുള്ള വചനത്തിലും നമ്മളെ ജീവിതത്തിൽ നടത്തുന്നതിലൂടെ നമ്മളെ അറിയിക്കുന്ന ഇഷ്ടം ചെയ്ത് ജീവിക്കുന്ന, ദൈവത്തിന്റെ ആത്മാവിന്റെ ചിന്ത അനുസരിച്ച് ജീവിക്കുന്ന ജീവിതം, ജഡത്തിന് വേണ്ടി ചിന്തിക്കാത്ത ജീവിതം, അതാണ് ക്രിസ്തീയ ജീവിതം. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകും. നമ്മൾ ദൈവത്തിന്റെ ശത്രുത്വം നമുക്ക് മാറി നമ്മൾ ദൈവത്തിന്റെ മക്കളായി മിത്രമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളുടെ ആ സ്വഭാവം മാറിയിരിക്കുകയാണ്. നമ്മൾ ആത്മാവ് നമ്മൾ വസിക്കുന്നുവെങ്കിൽ നമ്മൾ ജഡസ്വഭാവമുള്ളവരല്ല എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വാക്യമാണ്. എന്നാൽ കാരണം മറ്റു ഭാഗങ്ങളിലൊക്കെ വായിക്കുമ്പോൾ പല സ്വഭാവത്തിൽ പല വ്യത്യാസങ്ങൾ വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടാകാം. ചിലർക്ക് പ്രതിഫലം കൂടുതൽ കിട്ടും, ചിലർക്ക് കുറച്ച് കിട്ടും എന്നൊക്കെ ഉള്ള വാക്യങ്ങൾ നമുക്കുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഒത്ത് മനസ്സിലാക്കി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും ഇത് മുഖവിലക്ക് എടുത്തുകൊണ്ട് ഞാൻ പറയട്ടെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു തവണ വിശ്വസിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോ ദൈവം സ്വർഗത്തിൽ കൊണ്ടുപോകും, നമ്മൾ സേഫായി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു ജീവിതമല്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഈ ജഡത്തിൽ ഈ ദൈവം ആരാണ്, നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്, നമ്മളുടെ ഐഡന്റിറ്റി നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ആ ഐഡന്റിറ്റി നമുക്ക് നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കുന്ന, ആ ജഡസ്വഭാവത്തെ മാറ്റി ദൈവത്തിൽ ഇല്ലാത്ത ഇരുളിനെ മാറ്റി നന്മ ചെയ്ത് ജീവിക്കുന്ന ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. നീതി ചെയ്ത് ജീവിക്കുന്നവനാണ് നീതിമാൻ എന്ന് ഞാൻ പറയുന്നത്. നീതിമാൻ നീതി പ്രവർത്തിക്കുന്നവനാണ് നീതി. അങ്ങനെ ചെയ്ത് ജീവിക്കുന്ന ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ശരി, ഇതിന്റെ അടിസ്ഥാനത്തിൽ, ഇത്രയും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. ഉത്തരത്തിലേക്ക് വരുന്നതിന് ഒരു കാര്യം കൂടെ നമുക്ക് അല്പസമയം കൊണ്ടുള്ളത്, ഒരൊറ്റ കാര്യം കൂടെ ചിന്തിച്ചിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. അത് ദൈവത്തിന്റെ ന്യായവിധിയെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. നമുക്ക് പലപ്പോഴും ന്യായവിധിയെ കുറിച്ച് നമ്മൾ അത്രയും ശരിയായിട്ട് നമ്മൾ ചിലരെങ്കിലും അധികം ചിന്തിച്ചിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദൈവം എങ്ങനെയാണ് ന്യായം വിധിക്കാനായിട്ട് പോകും? റോമാലേഖനത്തിൽ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് ഒരു സൂചനയല്ല, വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. റോമാലേഖന 2-ാമത്തെ അധ്യായത്തിൽ ദൈവ ന്യായവിധിയെ കുറിച്ച് പറയുന്ന ചില ഭാഗങ്ങളിലേക്ക് നമുക്ക് വരാം. റോമാലേഖനം 2-ാമത്തെ അധ്യായം, അതില് 4 തൊട്ട് നമുക്ക് നോക്കാം. 4-ാം വാക്യം മുതൽ. അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘക്ഷാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നു. അപ്പൊ ദൈവം തന്റെ ദയയാൽ നമുക്ക് മാനസാന്തരം തരുന്നു, നമ്മുടെ മനസ്സിന് ഒരു രൂപാന്തരം തരുന്നു. നമ്മളെ ദൈവം ഈ ഇരുട്ടിന്റെ പ്രവൃത്തിയിൽ നിന്ന് വെളിച്ചത്തിന്റെ പ്രവൃത്തിയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നു, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘക്ഷാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. അടുത്ത വാക്യത്തിൽ, എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വെക്കുന്നു. ദൈവ ന്യായവിധിയെ കുറിച്ച് നമ്മളിവിടെ വായിക്കുന്നത് ആരെ കുറിച്ചാണെങ്കിലും മനുഷ്യരെ കുറിച്ചാണ്. മനുഷ്യർ തന്റെ ഹൃദയ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താൽ, അനുതപിക്കാൻ മാനസാന്തരപ്പെടുവാനായിട്ടാണ് ദൈവം ദയ കാണിക്കുന്നത്. നമ്മൾ 4-ാം വാക്യത്തിൽ വായിച്ചു. എന്നാൽ ഇവിടെ വായിക്കുന്നത്, അനുതാപമില്ലാത്ത ഹൃദയത്താൽ നിനക്ക് എന്താണ് സംഭവിക്കുന്നത്? നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വെക്കുന്നു. നിനക്ക് തന്നെ നീ കോപം ചരതിച്ചു വെക്കുകയാണ്. ദൈവവിധിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നീതിയുള്ള വിധിയായിരിക്കും എന്നുള്ളത്. നീതിയുള്ള വിധി. ആ വിധി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം ചെയ്യാൻ പോകുന്നത്? ഇത് ലോകത്തെ മുഴുവൻ വിധിക്കുന്ന വിധിയെ കുറിച്ചാണ് പറയുന്നത്, മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത്. അത് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാവും. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നുള്ളത് 6-ാം വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നു. ദൈവം എങ്ങനെയാണ് ന്യായം വിധിക്കാനായിട്ട് പോകുന്നത്? അവൻ ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. ദൈവ ന്യായവിധിയുടെ അതിന്റെ ബേസിസ് ഇതാണ്. അതിന്റെ ബേസിസ് എന്നാണ് നമ്മുടെ വാക്യം. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും.
ഇതിന്റെ മലയാളത്തിൽ 7 മുതൽ, ഇംഗ്ലീഷിൽ 6 തൊട്ടാന്ന് തോന്നുന്നു, 7 മുതലുള്ള വാക്യങ്ങൾ വളരെ നമ്മളെ ആശയക്കുഴപ്പമൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വാക്യങ്ങളാണ്. എന്നാൽ അങ്ങനെ ഉണ്ടാക്കേണ്ട ആവശ്യവുമില്ല വേറെ അർത്ഥത്തിൽ ചിന്തിച്ച്. 7 മുതൽ നിത്യജീവൻ കിട്ടുന്നതും കോപവും ക്രോധവും കിട്ടുന്നതും ആർക്കാണ് എന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ച് വായിക്കേണ്ടത് ആവശ്യമാണ്. 7-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾ ബൈബിൾ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധയോടെ നിങ്ങൾ വായിക്കുന്നത് ശ്രദ്ധിക്കണം. 7-ാം വാക്യത്തിൽ, നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും. 8-ന്റെ അവസാനം കൊടുക്കും എന്നാണ്. അപ്പൊ കൊടുക്കും എന്ന് പറയുന്നത് നിത്യജീവനും കൊടുക്കും എന്നാണ് പറയുന്നത്. നിത്യജീവൻ കൊടുക്കുന്ന ആർക്കെന്നാണ് പറയുന്നത്? നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവൻ ദൈവം കൊടുക്കും. ആർക്കാണ് ദൈവം കോപവും ക്രോധവും കൊടുക്കുന്നതെന്നാണ് 8-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്തുണ്ട്. ഷാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. 9-ഉം 10-ഉം അത് തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും, അപ്പൊ ഇത് സകല മനുഷ്യരെയും കുറിച്ചാണ് പറയുന്നത്. ഏത് മനുഷ്യാത്മാവ്, ദൈവത്തിന്റെ ക്രൈറ്റീരിയ എന്താണെന്നാണ് അവിടെ പറയുന്നത്. തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും. അപ്പോ ജീവനും അനുഗ്രഹവും വരുന്ന ആർക്കാണ്? 10-ാം വാക്യം, നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യം യഹൂദനും പിന്നെ യവനും ലഭിക്കും. എന്താ ദൈവം ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളതിന്റെ കാരണം അവിടെ പറയുന്നുണ്ട്. ഇത് ദൈവത്തിന്റെ സ്വഭാവം ആയതുകൊണ്ടാണ്. 11-ാം വാക്യം, ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷം ഇല്ലല്ലോ. ദൈവത്തിന് ഇങ്ങനെ ന്യായം വിധിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ദൈവം ഇവിടെ പറയുന്നത്. ദൈവം ഇങ്ങനെ ന്യായം വിധിക്കാൻ ദൈവത്തിന് കഴിയുകയുള്ളൂ. കാരണം ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷം ഇല്ലല്ലോ. നന്മ പ്രവർത്തിക്കുന്നവനും സത്യത്തിന് 7-ാം വാക്യം, നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്കുമാണ് നിത്യജീവൻ എന്നാണ് ഈ വാക്യം പറയുന്നത്. ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വാക്യമായിട്ട് ഇരിക്കുന്ന ഒരു വാക്യമാണ്. എന്നാൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട ആവശ്യവും ഇല്ല. കാരണം കർത്താവായ യേശുക്രിസ്തു എന്തിനാണ് വന്നത്? കർത്താവായ യേശുക്രിസ്തു വന്നത് നമ്മളെ വിശ്വാസത്താൽ നീതീകരിച്ച് നമ്മളെ നല്ല മനുഷ്യരാക്കാനാണ് കർത്താവായ യേശുക്രിസ്തു വന്നത്. പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത് എന്തിനാണ്? നമ്മളെ നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്ന മനുഷ്യരായി മാറ്റുന്നതിന് വേണ്ടിയാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും ഈ പറഞ്ഞ അനുഗ്രഹങ്ങൾ ഉണ്ട്. നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്ന. അപ്പൊ ഇവിടെ നമ്മളുടെ ജീവിതത്തെ കുറിച്ച്, രക്ഷിക്കപ്പെടുന്ന ഒരാളുടെ ജീവിതത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതൊരു അന്വേഷണമാണ്, ഒരു അന്വേഷിക്കുന്ന ജീവിതമാണ്. അതൊരു ലോകത്തിന് വേണ്ടി ജീവിക്കുന്ന, സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ജീവിതമല്ല. അതൊരു നിത്യതയെ അന്വേഷിക്കുന്ന, ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിക്കുന്ന, തേജസ്, നമ്മൾ നഷ്ടപ്പെട്ട തേജസ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, തേജസ് അന്വേഷിക്കുന്ന ഒരു ജീവിതം. ഈ പറഞ്ഞ ആളുകൾക്ക് എന്താ കിട്ടുന്നതെന്നുള്ളത് 10-ാം വാക്യത്തിലുണ്ട്. മഹത്വം കിട്ടും, മാനം കിട്ടും, സമാധാനം കിട്ടും. ഈ അന്വേഷിക്കുന്ന കാര്യങ്ങൾ മറ്റൊരു വാക്കിൽ പറയുകയാണ്, ഇതെല്ലാം നിങ്ങൾക്ക് ദൈവം തരും എന്നാണ് പറയുന്നത്. അപ്പൊ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് തേജസ് അന്വേഷിക്കുന്നു, ദൈവത്തിൽ നിന്ന് നഷ്ടപ്പെട്ട തേജസ് അന്വേഷിക്കുന്നു, നമ്മുടെ പാപനിമിത്തം നഷ്ടപ്പെട്ട തേജസ് അന്വേഷിക്കുന്നു, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന മാനം അന്വേഷിക്കുന്ന, അക്ഷയത, ഇമ്മോർട്ടാലിറ്റി, നമ്മളുടെ ഈ മരണം, നമ്മൾ അധിവസിക്കുന്ന ഈ ശരീരത്തിൽ നിന്ന് വിടുതൽ, നമ്മുടെ ശരീരത്തിന് ഉയർപ്പ് അന്വേഷിക്കുന്നു, നമ്മുടെ ശരീരം ഉയർക്കുന്നത്, ജഡത്തിന്റെ ഉയർപ്പ് അന്വേഷിക്കുന്ന ഒരു ജീവിതം, അതാണ് ക്രിസ്തീയ ജീവിതം. അത് അന്വേഷിക്കുന്നവർക്ക് ദൈവം അത് കൊടുക്കുമെന്നാണ് നമ്മൾ 10-ാം ഭാഗത്തിൽ വായിക്കുന്നത്. മഹത്വവും മാനവും സമാധാനവും ആദ്യ യഹൂദനും പിന്നെ യവനനും ലഭിക്കും. ദൈവം ഇങ്ങനെ ചെയ്യും, കാരണം ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷം ഇല്ലല്ലോ. ഞാൻ 2 വാക്യങ്ങൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുക. നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്. ഇപ്പം വായിച്ച ഭാഗമാണ് 1. 2-ാമത്തെ വാക്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് എല്ലാവർക്കും കാണാതറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. 3-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. യോഹന്നാൻ 3:16 എന്താ പറയുന്നത്?
തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിന്റെ സ്നേഹ നിമിത്തം തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകില്ല എന്നാണ് നമ്മൾ വായിച്ചത്. റോമാലേഖനം 2 വായിച്ചത് എന്താണ്? റോമാലേഖനം 2:6 വായിച്ചത്, നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവൻ കൊടുക്കുന്ന ദൈവം എന്നാണ് പറയുന്നത്. അങ്ങനെ പറ്റൂ, കാരണം ദൈവത്തിന് മുഖപക്ഷം ഇല്ലല്ലോ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് ശരി? നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഈ 2 ഏത് വാക്യമാണ് ശരി? ഈ 2 ശരിയായാലേ പറ്റത്തുള്ളൂ. 2 ശരിയാണ്. 2 ദൈവവചനമല്ലേ? 2 പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനമാണ്. ഈ 2 ശരിയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാണ് നിത്യജീവൻ. എന്നാൽ വിശ്വസിക്കുന്നവൻ എങ്ങനെയുള്ളവനാണെന്നാണ് ഇവിടെ വായിച്ചത്. വിശ്വസിക്കുന്നവൻ എങ്ങനെ ജീവിക്കുന്നവനാണ്? അവൻ നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന, ഇങ്ങനെയായിരുന്നു വാക്യം, നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും, ദൈവത്തിൽ നിന്നുള്ള തേജസ്സും ദൈവത്തിൽ നിന്നുള്ള മാനവും ദൈവം തരുന്ന അക്ഷയത, ഇമ്മോർട്ടാലിറ്റി അന്വേഷിക്കുന്നവനാണ് ആ മനുഷ്യൻ, ആ പുരുഷൻ, സ്ത്രീ. അവനാണ് ദൈവം. എന്നിട്ട് അതിനെക്കുറിച്ച് 10-ാം വാക്യത്തിൽ നന്മ പ്രവർത്തിക്കുന്നവൻ, നല്ലവൻ, നല്ല മനുഷ്യൻ, നല്ല സ്ത്രീ, അവനാണ്. അങ്ങനെയുള്ള ഏവനും ദൈവം നിത്യജീവനും മഹത്വവും മാനവും സമാധാനവും കൊടുക്കും എന്നാണ് നമ്മൾ വായിച്ചത്. അങ്ങനെയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് ഈ പറഞ്ഞ മാനവും, ദൈവത്തിൽ നിന്നുള്ള മാനവും ദൈവത്തിൽ നിന്നുള്ള തേജസ്സും അല്ലെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ലഭിക്കുന്നത്. അക്ഷയതയും നിത്യജീവൻ, നമ്മളുടെ ശരീരം നശിച്ചു പോകാതെ ഉയർത്തെഴുന്നേറ്റ് ദൈവത്തോടുകൂടെ തേജസ്കരിക്കപ്പെട്ട്, ക്രിസ്തുവിനോട് തേജസ്കരിക്കപ്പെട്ട് ദൈവത്തോടുകൂടെ വാഴുന്ന ആ അവസ്ഥയാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ രക്ഷിച്ചത്. കർത്താവായ യേശു ക്രിസ്തു നമ്മളെ രക്ഷിച്ചത്. ഒരുപാട് വാക്യങ്ങളുണ്ട്, ഞാനതൊക്കെ ഇടുകയാണ്. നമുക്ക് ചർച്ച ചെയ്യാൻ സമയമുണ്ട്. അപ്പൊ നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. അപ്പൊ നമ്മൾ ഈ ചോദ്യം എന്താണ്? നമ്മുടെ തലക്കെട്ടിലുള്ള ചോദ്യം രക്ഷിക്കപ്പെട്ടവരും പാപവും പൊരുത്തപ്പെടലോ പോരാട്ടമോ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ വായിച്ച വാക്യങ്ങളിലേക്ക് അടിസ്ഥാനത്തിൽ, വേറെ കുറെ വാക്യങ്ങളുണ്ട്, എല്ലാം കൂടെ വായിക്കാൻ സമയമില്ല. എല്ലാം വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് പറയാനായിട്ട് കഴിയും? ഇത് പൊരുത്തപ്പെടലാണോ പോരാട്ടമാണോ? പൊരുത്തപ്പെടൽ എന്ന ഒരു ആശയം ബൈബിളിന് തന്നെ വിരുദ്ധമാണ്. കാരണം നമ്മൾ ദൈവത്തെ 1 യോഹന്നാൻ 1:5 വായിച്ച പോലെ ഇരുൾ ഒട്ടുമില്ലാത്ത വെളിച്ചം മാത്രമായ ഒരു ദൈവമാണ് നമ്മളെ രക്ഷിച്ച് അവനിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നത്. അപ്പൊ അവന്റെ അടുക്കലോട്ട് വരാനായിട്ട് സാധിക്കുകയില്ല. പാപത്തിന്റെ അടുത്തോട്ട് പാപം വെച്ചുകൊണ്ട് ദൈവത്തിന് കൂട്ടായ്മ ഉണ്ടാക്കുവാൻ സാധിക്കുകയില്ല. റോമാലേഖനത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ പൗലോസ് അതിനെ കുറിച്ച് ഇങ്ങനെയാണ് എഴുതിയത്: ആകയാൽ നാം എന്ത് പറയേണ്ടു? കൃപ പുരികേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാളും വരുത് എന്നാണ്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? ഇത് നടക്കാൻ പറ്റാത്ത ഒരു കാര്യമായിട്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പാപവുമായി പൊരുത്തപ്പെട്ട് പോകുക എന്നൊരു ആശയം ബൈബിളിലേ ഇല്ല. ഈ പറഞ്ഞിരിക്കുന്ന ഗ്രീക്ക് ഭാഷ പഠിച്ചിട്ടുള്ളവർക്കറിയാം, ഗ്രീക്ക് ഭാഷയിൽ വളരെ ശക്തമായ ഒരു നിഷേധ പ്രസ്താവനയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു നാളുമില്ല എന്ന നല്ല തർജ്ജിമയാണ് മലയാളത്തിലും കൊടുത്തിരിക്കുന്നത്. ഒരു നാളും അരുത് എന്നാണ് മലയാളത്തിൽ അതിനെ തർജ്ജിമ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് പാപവുമായി പൊരുത്തപ്പെട്ട് പോകാമോ എന്ന ചോദ്യത്തിന്റെ ബൈബിളിന്റെ ഉത്തരം അത് തന്നെയാണ്. ഒരു നാളും അരുത്. ഇത് സാധിക്കുകയില്ല. അതങ്ങനെ വിശ്വാസികൾക്ക് സാധിക്കുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിന്നെ നമ്മളുടെ ചോദ്യം രണ്ടാമത്തേക്ക് അതല്ല, അത് ക്ലിയർ ആയിട്ടല്ല എന്നറിയാം. എന്നാൽ ഇത് പോരാട്ടമാണ്. അപ്പൊ ഞാൻ ആദ്യമേ തന്നെ ഞാൻ ഉത്തരം സൂചിപ്പിച്ചായിരുന്നു. ഇത് ഒരു തരത്തിലൊരു പോരാട്ടമാണ് എന്ന് നമുക്ക് പറയാം. എന്നാൽ ഇത് ഒരു തരത്തിലല്ല എന്നും പറയാം. ഇത് പോരാട്ടമാണെന്ന് പറയുന്ന പല വാക്യങ്ങൾ നമുക്കുണ്ട് അല്ലെ. എബ്രായ ലേഖനം 12:4 ഒരു പ്രധാനപ്പെട്ട വാക്യമാണ്. എബ്രായ ലേഖനം 12:4 ഇങ്ങനെയാണ് വായിക്കുന്നത്: പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. അപ്പൊ പോരാട്ടമുണ്ടെന്നുള്ളതിൽ സംശയമില്ല. ആ പോരാട്ടത്തിൽ പ്രാണത്യാഗത്തോളം തന്നെ പോരാടേണ്ടി വന്നാലും പോരാടണം എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. നിങ്ങൾ അത്രയും ചെയ്തിട്ടില്ല, അങ്ങനെ എത്തുന്നത് വരെ ചെയ്യണമെന്നുള്ള ആശയമാണ് അവിടെ ഉള്ളത്. അപ്പോൾ പോരാട്ടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും
നിസ്സംശയം നമുക്ക് പറയാനായിട്ട് കഴിയും, പോരാട്ടം ഉണ്ട്. റോമാലേഖന 8:13 നേരത്തെ വായിച്ചു. 13-14 കൂടെ ഒരിക്കലൂടെ ഒന്ന് വായിക്കാം, ശ്രദ്ധയോടെ ഒന്ന് വായിക്കാം. റോമാലേഖന 8-ാം അധ്യായം 13-14 ഇവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകും. ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലും, അതാണ് നമ്മുടെ പോരാട്ടം. ആ കാര്യമാണ് വിശ്വാസികൾ ചെയ്യേണ്ട പോരാട്ടം. ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കും. ഇത് ആരാണ് മരിപ്പിക്കേണ്ടത്? ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആരാണ് മരിപ്പിക്കേണ്ടത്? ഇവിടെ വായിക്കുന്നത് നിങ്ങൾ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ജഡത്തെ അനുസരിച്ച്, എന്നിട്ട് ആത്മാവിനല്ല. അപ്പൊ നിങ്ങൾ തന്നെയാണ് ഈ ബാക്കിയുള്ളതിലും കൂടെ വരേണ്ടത്. നിങ്ങൾ ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ. നിങ്ങളാണ് മരിപ്പിക്കേണ്ടത്, നമ്മളാണ് മരിപ്പിക്കേണ്ടത്. അപ്പൊ ഇതാണ് നമ്മുടെ പോരാട്ടം. അപ്പൊ പോരാട്ടം ഉണ്ടോ? പോരാട്ടം തീർച്ചയായിട്ടും. എന്നാൽ പോരാട്ടം എന്ന് മാത്രം നമ്മൾ അങ്ങ് പറഞ്ഞ് നിർത്തിയാലും പ്രശ്നമാണ്, അത് മുഴുവൻ ശരിയാണ്. കാരണം ഇത് എങ്ങനെയാണ് നമ്മൾ മരിപ്പിക്കുന്നത് എന്നവിടെ പറയുന്നത്. ആത്മാവിനാൽ നിങ്ങൾ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു. ആത്മാവിനാൽ മരിപ്പിക്കുന്നു എങ്കിൽ 14-ാം വാക്യത്തിൽ ദൈവാത്മാവ് നടത്തുന്നു ഏവരും ദൈവത്തിന്റെ മക്കളാണ്. ദൈവാത്മാവ് ഉള്ളവർ ദൈവത്തിന്റെ മക്കളാണ് എന്നാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. അത് ശരിയുമാണ്. എന്നാൽ ഇവിടെ പറയുന്നത് അതിന്റെ അടുത്ത തലത്തിലാണ്. ദൈവാത്മാവ് ഉള്ളവർ എന്ന് മാത്രമല്ല, ദൈവാത്മാവ് നടത്തുന്നവർ ആണ് ദൈവത്തിന്റെ മക്കൾ. അപ്പൊ ദൈവാത്മാവ് ഉള്ള വ്യക്തിയെ ദൈവാത്മാവ് നടത്തുകയും ചെയ്യും. ആ നടത്തിപ്പ് അനുഭവിക്കുന്ന, ആ നടത്തിപ്പിനാൽ വിജയം വരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ്, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ വ്യക്തിയാണ് അങ്ങനെയുള്ള വ്യക്തികളാണ് ദൈവത്തിന്റെ മക്കൾ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ പോരാട്ടം എന്ന് പറഞ്ഞാൽ ഇത് നമ്മളങ്ങ് പോരാടി വിജയിച്ച്, നമ്മൾ അധ്വാനിച്ച് ദൈവത്തിന് വേണ്ടി അങ്ങ് ജഡത്തെയൊക്കെ അങ്ങ് ക്രൂശിച്ച് അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യം ആയിട്ടല്ല ഇരിക്കുന്നത്. ദൈവത്തിന്റെ തന്നെ ആത്മാവിനെ നമുക്ക് നൽകിക്കൊണ്ട് ആത്മാവിന്റെ നടത്തിപ്പിൽ, ആത്മാവ് തരുന്ന ശക്തിയിലാണ് നമ്മൾ മുന്നോട്ട്, വിശ്വാസത്താൽ ആണ് നമ്മൾ ഇത് പ്രാപിക്കുന്നത്. കുറെ വാക്യങ്ങൾ അതിനെ കുറിച്ചുണ്ട്. വിശ്വാസത്താലാണ് നമ്മൾ ഈ കാര്യം പ്രാപിക്കുന്നത്. അപ്പോ ദൈവാത്മാവിന്റെ നടത്തിപ്പിനാലാണ് നമ്മൾ വിജയം വരിക്കുന്നത്. റോമാലേഖനം 5:2 ഇങ്ങനെയാണ് പൗലോസ് പറയുന്നത്: നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം നിൽക്കുന്നതേ കൃപയിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ വിജയിക്കുന്നത് ഈ കൃപ, ദൈവത്തിന്റെ കൃപ നമുക്ക് തരുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു ക്രിസ്തീയ ജീവിതത്തിൽ. നമ്മൾക്ക് വിജയം ലഭിക്കുന്ന, നമുക്ക് രക്ഷ, ഈ പാപത്തിൽ നിന്നുള്ള രക്ഷ നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിന്റെ കൃപ നിമിത്തം മാത്രമാണ്. ഈ പോരാട്ടത്തിൽ വിജയിക്കാനായി നമുക്ക് ദൈവം ധാരാളം കൃപ നൽകിയിട്ടുണ്ട്. ഞാൻ ഇതിനെ കുറിച്ച് പണ്ട് പറഞ്ഞിട്ടുണ്ട്, മീറ്റിംഗിൽ പറഞ്ഞിട്ടുള്ളത് വി സ്റ്റാൻഡ് ഇൻ ഗ്രേസ് ലാൻഡ് എന്നുള്ളതാണ്. അതായത് നമ്മൾ കൃപയുടെ മണ്ണിലാണ്, കൃപയുടെ ഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത്, ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വിജയം വരിക്കുന്നത്. എന്നാൽ നമുക്ക് വിജയത്തിന് വേണ്ടി നമ്മൾക്ക് പാപത്തോട് ഉള്ള ഈ പോരാട്ടത്തിൽ വിജയം വരുന്നതിന് വേണ്ടി നമുക്ക് വേറെയും പല കാര്യങ്ങൾ ദൈവം പറയുന്നുണ്ട്, വചനത്തിൽ പറയുന്നുണ്ട്. ചില കാര്യങ്ങളോട് ഞാൻ പറയാം. 2 കൊരിന്ത്യർ 5:14-15 വാക്യങ്ങളിൽ പൗലോസ് ഇങ്ങനെ എഴുതി: ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. അപ്പൊ ഈ നമ്മൾ പാപത്തിന് വേണ്ടി മരിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നത് അതിന്റെ പുറകിലുള്ള ഒരു ചാലക ശക്തിയായിട്ട് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അതിനുവേണ്ടി ദൈവവചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും മാത്രമല്ല, സഭയ്ക്ക് വളരെയധികം റോൾ ചെയ്യാനായിട്ടുണ്ട്. പാപത്തിൽ അകപ്പെട്ടു പോകുന്ന നമ്മൾ ഓരോരുത്തരെയും ദൈവസഭയാണ് ക്രിസ്തുവിന്റെ സ്നേഹം, അതിന്റെ നിർബന്ധം അവരുടെ മേൽ കൊണ്ടുവരേണ്ടത്. അപ്പൊ ക്രിസ്തുവിന്റെ സ്നേഹം അതിന്റെ നിർബന്ധത്താൽ ആണ് ഈ നിർണയം നിർണയിക്കുന്നത്. അവൻ മരിച്ചത് കൊണ്ട് ഞങ്ങളും മരിച്ചു.
ഇനിയും ഞങ്ങൾ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ് ജീവിക്കാൻ പോകുന്നത് എന്ന് തീരുമാനിക്കുന്നത് ഈ സ്നേഹത്താലാണ്. അതുകൊണ്ട് ഇത് പോരാട്ടമാണോ, ഈ സ്നേഹത്താൽ ഒരു കാര്യം ചെയ്യുന്നത് പോരാട്ടമാണോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഞാൻ സ്നേഹത്താൽ വളരെ സ്നേഹത്താൽ എന്റെ മക്കളെ നോക്കി അവരുടെ കാര്യങ്ങൾ നോക്കുന്നത് എനിക്ക് ഭയങ്കര അധ്വാനമാണ്, പോരാട്ടമാണെന്ന് പറയാൻ പറ്റും? അപ്പൊ അങ്ങനെയും പറയാൻ പറ്റില്ല. അപ്പൊ ഒരു അർത്ഥത്തിൽ പോരാട്ടമാണ്, എന്നാൽ വേറൊരർത്ഥത്തിൽ ഇത് പോരാട്ടമല്ല. ഇത് ക്രിസ്തുവിന്റെ സ്നേഹ നിമിത്തമാണ് നമ്മൾക്ക് ചെയ്യാനായിട്ട് കഴിയുന്നത്. പിന്നെ ഇതൊന്നും അല്ലാതെ ദൈവത്തിന് വേറെ ഒരു പരിപാടിയും കൂടെ ഉണ്ട്. എബ്രായ ലേഖനം 12:6-11 വരെ വായിച്ചാൽ അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതാണ് നല്ല ചുട്ട അടി നമുക്ക് തരും എന്നുള്ളതാണ്, അല്ലെ? 6-ാം അധ്യായം മുതൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്ന് പറഞ്ഞാണ് നമ്മൾ വായിക്കുന്നത്. അതിന്റെ 9-ഉം 10-ഉം കൂടെ നമുക്കൊന്ന് വായിക്കാം. താഴോട്ട് വരുമ്പോൾ 9-ഉം 10-ഉം വാക്യങ്ങൾ: നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങി വന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി 9-ഉം 10-ഉം 10-ഉം 11-ഉം ഉദ്ദേശിച്ചത്. അവർ 10-ന്റെ 2-ാം ഭാഗം: അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു. അപ്പൊ ദൈവശിക്ഷ നമുക്ക് വരുത്തുന്ന രക്ഷയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്ത് രക്ഷയത്? നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടത്. ദൈവ സ്വഭാവം നഷ്ടപ്പെട്ടു പോയ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഈ ദൈവ സ്വഭാവം പ്രാപിക്കേണ്ടത്, അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടത് നമ്മുടെ ഗുണത്തിനായി തന്നെയാണ് ദൈവം നമ്മളെ ശിക്ഷിക്കുന്നത്, പിതാവ് നമ്മളെ ശിക്ഷിക്കുന്നത്. 11-ാം വാക്യം: ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. അപ്പൊ ഈ ശിക്ഷയൊക്കെ കിട്ടി അഭ്യാസമൊക്കെ തികഞ്ഞു കഴിഞ്ഞാൽ നീതി എന്ന സമാധാന ഫലം ലഭിക്കും എന്നാണ് പറയുന്നത്. അപ്പോ നമ്മളുടെ ഈ പാപവുമായിട്ടുള്ള ബന്ധം പൊരുത്തപ്പെടലല്ല നമ്മൾ കണ്ടു. അങ്ങനെ ചിന്തിക്കാനേ നമുക്ക് സാധിക്കുകയില്ല. ഒരു നാളും വരുത് എന്നുള്ളതാണ് ബൈബിളിന്റെ പൗലോസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മറ്റു ഭാഗങ്ങളിലും ഉണ്ട്. എന്നാൽ പോരാട്ടമാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതിനെ 2 തരത്തിലാണ് പറഞ്ഞത്. ഒരു അർത്ഥത്തിലാണ്, വേറൊരർത്ഥത്തിലല്ല, അല്ലേ? കാരണം ആണെന്ന് പറയാനുള്ള കാരണം നമ്മൾ കണ്ടു. നമ്മളാണ് ഭരിപ്പിക്കേണ്ടത്, നമ്മളാണ് നിർണയിക്കേണ്ടത്, നമ്മളാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള അർത്ഥത്തിലാണ് പോരാട്ടമാണ്. മരണത്തോളം നമ്മളാണ് പൊരുതേണ്ടത് എന്ന് നമ്മൾ വായിച്ചു. എന്നാൽ ഒരു അർത്ഥത്തിൽ അല്ലതാണ്. കാരണം എന്താണ്? കാരണം ക്രിസ്തുവിന്റെ ഈ ആഴമേറിയ സ്നേഹം നിമിത്തം ദൈവാത്മാവിനെ നൽകി, ദൈവാത്മാവിന്റെ ഒരു വ്യക്തിപരമായ നടത്തിപ്പ് ഉള്ളതുകൊണ്ട്, ഇതൊന്നും പോരാഞ്ഞിട്ട് പിതാവായ ദൈവത്തിന്റെ സ്നേഹ നിമിത്തം താൻ നമുക്ക് നൽകുന്ന ശിക്ഷണം നിമിത്തം ഇതൊക്കെ ഏറ്റുവാങ്ങി ഇതിന്റെയൊക്കെ പരിണിത ഫലമായിട്ടാണ് നാം പാപത്തെ ജയിക്കുന്നത്. നാം ദൈവത്തിന്റെ വിശുദ്ധി പ്രാപിക്കുന്നു, നമുക്ക് രക്ഷ പ്രാപിക്കുന്നു, നമ്മൾ നല്ല മനുഷ്യരായി തീരുന്നു. അതുകൊണ്ട് നമുക്ക് പോരാട്ടമാണ് എന്ന് പറഞ്ഞാലും നാം പോരാടി ജയിച്ചു എന്ന് നമുക്ക് പറയാനും കഴിയുകയില്ല. കാരണം ഇതെല്ലാം ദൈവം നമുക്ക് നൽകുന്നതാണ്. ഈ 2 വശങ്ങളും സത്യമാണ്. ബൈബിളിൽ രണ്ടും ഉണ്ട്. ഫിലിപ്പിയ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 2-ന്റെ 12-ഉം 13-ഉം വാക്യങ്ങളിൽ പൗലോസ് ഈ 2 ആശയങ്ങളും വളരെ വ്യക്തമായി പറയുന്നു. രക്ഷയെ കുറിച്ച് തന്നെയാണ് ആ വാക്യം. അപ്പൊ നമ്മുടെ വിഷയമായിട്ട് ഏറ്റവും യോജിച്ചടക്കുന്ന വാക്യമാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 12-13 ഇങ്ങനെ വായിക്കുന്നു: അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. 13-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ആരാണ് പ്രവർത്തിക്കുന്നത്? ഇത് പോരാട്ടമാണോ പോരാട്ടമല്ലേ എന്നുള്ള ചോദ്യം പോലെയാണിത്. ആരാണ് പ്രവർത്തിക്കുന്നത്? ദൈവമാണ് എന്ന് പറഞ്ഞാലും ഭാഗികമായിട്ടേ ശരിയാവത്തുള്ളൂ. ഞാനാണെന്ന് പറഞ്ഞാലും, മനുഷ്യനാണെന്ന് പറഞ്ഞാലും ഭാഗികമായിട്ടേ ശരിയാവത്തുള്ളൂ. പകുതി ദൈവം പകുതി മനുഷ്യൻ എന്ന് പറയുന്നതും ശരിയല്ല. പൂർണ്ണമായി മനുഷ്യൻ പൂർണ്ണമായി ദൈവം എന്ന് ഒരുപക്ഷെ പറയാൻ കഴിയുന്നില്ല. നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നത് ഇത് ദൈവമല്ലോ തിരുവുളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത് എന്നാണ് വായിക്കുന്നത്.
ശരി, അപ്പൊ നമ്മുടെ ഉത്തരം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സമയവും കഴിഞ്ഞു. ചുരുക്കി നമുക്ക് ഒരു കാര്യം ഇങ്ങനെ പറയാം. ചുരുക്കി ഇങ്ങനെ സംഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ പറയാനായിട്ട് കഴിയും. നമ്മളുടെ ചോദ്യം, ഈ രക്ഷിക്കപ്പെട്ട ആളുകളും രക്ഷിക്കപ്പെട്ടവരും പാപവും തമ്മിൽ ഉള്ള ബന്ധമാണ് നമ്മുടെ വിഷയം. രക്ഷിക്കപ്പെട്ടവരും പാവവും, പൊരുത്തപ്പെടലോ പോരാട്ടം. ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കർത്താവായ യേശു ക്രിസ്തു വെളിവാക്കിയ ദൈവത്തെ നമ്മൾ മനസ്സിലാക്കിയാലേക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. ഈ ദൈവത്തെ അറിയാതെ നമുക്ക് ഈ ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയുകയില്ല. ആ ദൈവത്തെ കുറിച്ച് യേശു ക്രിസ്തു ഇങ്ങനെ പഠിപ്പിച്ചു എന്നാണ് യോഹന്നാൻ പറഞ്ഞത്. എങ്ങനെയാണ് പഠിപ്പിച്ചത്? ദൈവം വെളിച്ചം ആകുന്നു, അവൻ ഇരുട്ട് ഒട്ടും ഇല്ല. ഈ ദൈവത്തിൽ, ആ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനായ എന്നെയും നിങ്ങളെയും നമ്മൾ പാപം ചെയ്ത് ആ തേജസ് നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. അത് വീണ്ടെടുക്കുന്നതാണ് നമ്മുടെ ലക്ഷ്യം. അത് വീണ്ടെടുക്കുന്നത്, അത് നിമിത്തമുണ്ടായ മരണവും ഈ പ്രപഞ്ചത്തിന്റെ മേലുള്ള ശാപവും നീങ്ങിപ്പോകുന്നതുമാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് പ്രപഞ്ചത്തിന്റെയും ലക്ഷ്യം. ഇത് വരുവാനായിട്ട് പോവുകയാണ് നമ്മൾ ഉയർപ്പിലൂടെ. ലോകത്തിനെ ദൈവം വീണ്ടെടുക്കുന്നതിലൂടെ, പ്രപഞ്ചത്തെ വീണ്ടെടുക്കുന്നതിലൂടെ നമ്മൾ ഇത് സംഭവിക്കാനായിട്ട് പോവുകയാണ്. ഇതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ അതിനുവേണ്ടി നമ്മൾക്ക് പാപമായിട്ടുള്ള, ഇന്ന് നമുക്ക് പാപ പ്രശ്നമുണ്ട്. അതിനെക്കുറിച്ചുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചില്ല. ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ട്, പാപത്തിൻ്റെതായുള്ള പ്രലോഭനങ്ങളും പ്രശ്നങ്ങളും നമുക്കുണ്ട്. ഇത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇതുമായിട്ട് നമുക്ക് പൊരുത്തപ്പെട്ട് പോകണമോ പോരാടണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം ഇത് രണ്ടും മാത്രമായിട്ട് നമുക്ക് ഉത്തരം ഒതുക്കാനായിട്ട് കഴിയുകയും, പൊരുത്തപ്പെടലേ അല്ല എന്ന് നമ്മൾ കണ്ടു. പോരാട്ടം ഒരു പരിധിവരെ ശരിയാണ്, പോരാട്ടമുണ്ട്, പ്രാണത്യാഗത്തോളം പോരാട്ടമുണ്ട്. എങ്കിലും അതൊരു പോരാട്ടമല്ല എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹം മൂലം, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് മൂലം, പിതാവിന്റെ ശിക്ഷണം മൂലം, അങ്ങനെ ദൈവത്തിന്റെ വലിയ കൃപയിൽ നിൽക്കുന്നത് മൂലം, ഈ കൃപയിലാണ് നമ്മൾ നിൽക്കുന്നത്, അതുമൂലം ആണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ റോമാലേഖനം 2 ദൈവത്തിന്റെ മുഖപക്ഷമില്ലാത്ത ന്യായമുള്ള, നീതിയുള്ള ന്യായവിധി വരുമ്പോൾ നല്ല മനുഷ്യർക്ക് ദൈവം നിത്യജീവൻ കൊടുക്കുമെന്നാണ് നമ്മുടെ വാക്യം. ചില കാര്യങ്ങൾ, നിത്യതയുടെ കാര്യങ്ങൾ അന്വേഷിച്ച് ജീവിക്കുന്നവർക്ക് നിത്യജീവൻ കൊടുക്കുമെന്നാണ്. അങ്ങനെ ദൈവത്തിന് കൊടുക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ വാക്യം. കാരണം ദൈവത്തിന് മുഖപക്ഷമില്ല. അങ്ങനെ ദൈവം ചെയ്യാം, അല്ലെ? 2 ദുഷ്ടന്മാരായ മനുഷ്യരുണ്ട് എന്ന് അനുമാനിക്കുക. ഒരു ദുഷ്ടൻ യേശു ക്രിസ്തു സുവിശേഷം, രണ്ടുപേരും സുവിശേഷം കേട്ടു. ഒരു ദുഷ്ടൻ യേശുവിന്റെ സുവിശേഷം തിരസ്കരിച്ചു, മരിച്ചുപോയി. വേറൊരു ദുഷ്ടൻ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം വിശ്വസിച്ചു എന്ന് പറഞ്ഞു, വിശ്വസിച്ചു, യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്നൊക്കെ വിശ്വസിച്ചു, ദുഷ്ടനായി തന്നെ ജീവിച്ചു, മരിച്ചു. ഈ രണ്ടാമത്തെ ദുഷ്ടൻ ജീവിച്ചു, അവന് തോന്നിയവാസം ജീവിച്ചു, അവൻ മരിച്ചു, യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിച്ചു. അവന് നിത്യജീവൻ കൊടുക്കില്ല എന്നാണ് നമ്മൾ റോമാലേഖനം 2 കണ്ടത്. കാരണം ദൈവത്തിന് മുഖപക്ഷമില്ല, അവന് കൊടുക്കാൻ ദൈവത്തിന് സാധിക്കില്ല എന്നാണ് നമ്മൾ. അതേസമയം യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ട് വിശ്വസിച്ച ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ ആത്മാവിനെ നൽകിക്കൊണ്ട് നിങ്ങൾ ജഡത്തിനുള്ളവരല്ല, ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ എന്ന് നമ്മൾ വായിച്ചു. ആ ഒരു രൂപാന്തരം തരുന്നതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. ദൈവത്തിന്റെ ശക്തി അതാണ് ദൈവം നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം നമ്മളെ സഹായിക്കും. ചുരുക്കത്തില് പാവമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് തികച്ചും അസാധ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് രക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ. കാരണം ദൈവത്തിന്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ദൈവത്തെ മനസ്സിലാക്കുമ്പോൾ അത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. ഇനി പോരാട്ടമാണോ എന്ന് ചോദിച്ചാൽ ഒട്ടൊക്കെ ശരിയാണ്. എന്നാൽ അതിലുപരി നമ്മിൽ ദൈവം നൽകിയതായിരിക്കുന്ന ആത്മാവിന്റെ കൃപയാലും ശക്തിയാലും നമ്മള് പാപത്തിന് ജയിച്ചുകൊണ്ടുള്ളതായിരിക്കുന്ന ഒരു പുതിയ ജീവിതം, പാപത്തെ ജയിച്ചിരിക്കുന്ന ഒരു ജീവിതം, ആത്മാവിലുള്ളത് ഒരു ജീവിതം, ആ ജീവിക്കുന്നതാണ് വാസ്തവത്തിൽ രക്ഷ. അത് ചില കാലങ്ങൾക്ക് ശേഷം നമുക്ക് കിട്ടും എന്ന് പറയുന്നതല്ല, ചില പ്രതിഫലങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നതല്ല. അതിലുപരിയായിട്ട് ക്രിസ്തുവിനോട് ചേർന്ന് പാപത്തെ ജയിച്ചുകൊണ്ട്, ആത്മാവിന്റെ ശക്തിയാൽ പാപത്തെ ജയിച്ചുകൊണ്ട് ജീവിക്കുന്ന ആ ഒരു ജീവിതം, അതാണ് രക്ഷ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് ചുരുക്കത്തിൽ പറഞ്ഞത്.